സിനിമ വളരെ നീറ്റ് ഒരു മൂവി തന്നെയാണ്. ശരിക്കും നല്ലൊരു മെസ്സേജാണ് പടം തരുന്നത്. എങ്ങനെയുണ്ട് അർജുൻ അശോകൻ? പണ്ടത്തെ അതേ കഥ. എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ടോ? കുട്ടികളില്ലാതെ കുട്ടികളുണ്ടാകുന്നത് പടം കണ്ടിട്ട് എടുത്തു പുറത്തേക്കെന്ന് തോന്നുന്നു പുതുമയായിട്ട്? പുതുതായിട്ടൊന്നും തോന്നിയില്ല. നേരെ കുറെ നാൾ മുമ്പ് എടുത്ത പടമാണ്, റിലീസാണ്. ഒരു കുടുംബ പ്രേക്ഷകനെ പിടിച്ചിരുത്താനുള്ള പ്രേക്ഷകർ ഫാമിലി ഹസ്ബൻഡും കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് കാണുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് അഭിനയമൊക്കെ? എങ്ങനെയുണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് അഭിനയിക്കാനോ അഭിനയത്തിൽ സ്കോർ ചെയ്തൊക്കെ അങ്ങനെ സ്കോർ ചെയ്യാനോ അങ്ങനെ ഒന്നും ഇല്ല. ഒരു നോർമൽ പടം. സിനിമ വളരെ നീറ്റ് ഒരു മൂവി തന്നെയാണ്. പക്ഷേ എന്താ പറയുക, നേരത്തെ ഈ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നവദമ്പതികൾ കുട്ടികളുണ്ടാകാത്തതിൻ്റെ ബേസിസിൽ വരുന്ന ഒരു പ്രോബ്ലം കാണിക്കുന്ന ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മൂവി. പിയർ പ്രഷറും സോഷ്യൽ പ്രഷറും ഫാമിലിയിലുള്ള പ്രഷർ കാരണം ന്യൂലി മാരിഡ് കപ്പിൾസ് ആയിരുന്നാലും അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പറയാൻ ഫോൺ ഭയങ്കര ഫ്ലാറ്റ് ആയിപ്പോയി. പുതിയായിട്ട് എടുത്ത് പറയാനൊന്നും ഇല്ല സിനിമയിൽ. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. ഒരു ഫാമിലി മെസ്സേജ് എന്തെങ്കിലും അതാ പറഞ്ഞത്. നേരത്തെ ഇതിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഈ ചിന്നു ചാന്ദ്നി എന്ന് പറഞ്ഞ് ആക്ട് ചെയ്ത ഒരു വേറൊരു പുതിയൊരു ഹീറോ വിശേഷം കറക്റ്റ് ഓൾമോസ്റ്റ് സെയിം സിമിലർ ലൈൻസിൽ പോകുന്നു. അതിന് മുമ്പേ വേറൊരു മൂവി വന്നിട്ടുണ്ടായിരുന്നു, ന്യൂലി മാരിഡ് കപ്പിൾസ്. ഒരുപാട് നാള് കുട്ടികൾ കിട്ടാതെ വരുമ്പോൾ അവർ ട്രൈ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷേ ഈ സിനിമയിൽ അതിൽ ടെക്നിക്കാലിറ്റി ഇതിലെങ്ങനെയൊന്നും അദ്ദേഹത്തിന് പോയിട്ടില്ല. കപ്പിളിന്റെ വിഷമം അർജുൻ അശോകനും മറ്റേ അനക്കയാണ്, അവരുടെ വിഷമത്തിനെ കുറിച്ചാണ് കൂടുതലിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഫ്ലാറ്റ് ആയി പോയത്. ശരിക്കും നല്ലൊരു മെസ്സേജാണ് പടം തരുന്നത്. എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? പടത്തിൽ എടുത്തു പുറത്തൊക്കെ ഒന്നും തോന്നിയില്ല? നിങ്ങളുടെ ഓരോ കുടുംബത്തിലെ